ഹലോ, നോൺലീനിയർ ഡൈനാമിക്സിൻ്റെ ക്ലാസ്സാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ലോജിസ്റ്റിക് മാപ്പാണ്. ലോജിസ്റ്റിക് മാപ്പിൻ്റെ പീരിയഡ് 1 ബിഹേവിയർ അല്ലെങ്കിൽ ഫിക്സ് പോയിൻ്റ് ബിഹേവിയർ നമ്മൾ ടൈം സീരീസ് പ്ലോട്ട് ചെയ്ത് കണ്ടായിരുന്നു. ഇനി ഇപ്പോൾ നമ്മൾ പീരിയഡ് 2 ബിഹേവിയറാണ് പഠിക്കാൻ പോകുന്നത്. ഓക്കെ, സോ അതിന് വേണ്ടിയിട്ട് നമ്മളുടെ കോഡിനകത്ത് ഞാനൊരു ചേഞ്ച് വരുത്താനുണ്ട്. അതായത് ഞാനിപ്പോൾ ഇട്ടേക്കുന്ന പാരാമീറ്റർ കാണിച്ചു തരാം. പാരാമീറ്റർ 2.8 ആണ് ഇവിടെ പാരാമീറ്റർ കൊടുത്തേക്കുന്നത്. അപ്പോൾ 2.8ൽ നമുക്കറിയാം ഫിക്സ് പോയിൻ്റ് ആണ് കാണേണ്ടത്. ആൻഡ് ഞാനൊരു ഇനീഷ്യൽ കണ്ടീഷൻസ് 0.3 തുടങ്ങിയേക്കാണ്. 0.3 തുടങ്ങിയിട്ട് ആ ഇനീഷ്യൽ കണ്ടീഷൻ ഫിക്സ് പോയിന്റിലേക്ക് ആക്ച്വലി എത്തിയിട്ടില്ല. കാണുമ്പോൾ നമുക്ക് ഏകദേശം ഫിക്സ് പോയിന്റിലേക്ക് പോകുന്നു എന്നറിയാം. പക്ഷേ നമ്മൾ എന്താണ് ഒരു 10 വാല്യൂസേ എടുത്തിട്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് ഫിക്സ് പോയിന്റ് നമ്മൾ അങ്ങോട്ട് കാണാത്തത്. അപ്പം നമ്മൾ എന്താ ചെയ്യേണ്ടത്, കൂടുതൽ വാല്യൂസിലത് പ്ലോട്ട് ചെയ്യണം. അപ്പോൾ കൂടുതൽ വാല്യൂസ് ഞാൻ പ്ലോട്ട് ചെയ്യാൻ പോവാണ്. ഒരു 100 വാല്യൂസ് ഞാൻ പ്ലോട്ട് ചെയ്യാൻ പോവാണ്. സോ 100 വാല്യൂസ് പ്ലോട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഉള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ എന്താണ്, ആദ്യത്തെ കുറച്ച് നേരത്തെ ബിഹേവിയർ എന്ന് പറയുന്ന ആ ഒരു നമുക്ക് എന്താണോ ഫിക്സ് പോയിന്റ് അതിലേക്ക് എത്തിയിട്ടില്ല. ഫിക്സ് പോയിന്റ് എന്നൊക്കെ പറഞ്ഞാൽ എന്താണ്, as t tending to infinity the system approaches the fixed point എന്നാണ്, റൈറ്റ്. അപ്പോൾ t നിയർ ടു 0 ആകുമ്പോൾ, t വളരെ കുറവാകുമ്പോഴേക്കും ഫിക്സ് പോയിന്റിലേക്ക് എത്തിയിട്ടില്ല. അപ്പോൾ ആ ബിഹേവിയറിനെ നമ്മൾ പറയുന്ന പേര് ട്രാൻസിയൻസ് എന്നാണ്. അതായത് ആ എന്താണ് ലോങ് ടേം ബിഹേവിയർ അല്ല, അതുകൊണ്ടാണ് തന്നെ ട്രാൻസിയൻസ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ട്രാൻസിയൻസ് അല്ല നമ്മൾ പഠിക്കാൻ ഉദ്ദേശിക്കുന്നത്, ലോങ് ടേം ബിഹേവിയർ ആണ്. ഓക്കെ, ആസ് t tending to infinity എന്ന് സംഭവിക്കുന്നു എന്നാണ് പഠിക്കുന്നത്. വിച്ച് മീൻസ് നമുക്ക് ഈ 0 to 20 അതൊക്കെ നെഗ്ലക്റ്റ് ചെയ്തിട്ട് ഫൈനലി എന്താണെന്നാണ് കാണേണ്ടത്. അപ്പോൾ ഇത് മൊത്തത്തിൽ നമ്മൾ പ്ലോട്ട് ചെയ്ത് കഴിഞ്ഞാലുള്ള പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ ലാസ്റ്റിലത്തെ ബിഹേവിയർ കൃത്യമായിട്ട് കാണാനും പറ്റുന്നില്ല. അപ്പോൾ നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യത്തെ കുറച്ച് വാല്യൂസ് നെഗ്ലക്റ്റ് ചെയ്യും. നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യും, പക്ഷെ അത് പ്ലോട്ട് ചെയ്യില്ല. എന്നിട്ട് കുറച്ച് വാല്യൂസാണ് പ്ലോട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ കോഡ് ഞാൻ അങ്ങനെ മാറ്റിയിട്ടുണ്ട്. അപ്പോൾ അത് കാണിച്ചു തരാം. ഓക്കെ, സോ ഞാൻ ഒരു n ട്രാൻസിയൻസ്, നമ്പർ ഓഫ് ട്രാൻസിയൻസ് ടു ബി നെഗ്ലക്റ്റഡ്, അത് എഴുതിയിട്ടുണ്ട്. ഡിസ്ക്രിപ്ഷൻ എഴുതിയിട്ടില്ല. ഓക്കെ, ഇനീഷ്യൽ വാല്യൂ കൊടുത്തു. ഇവിടെ നമ്മളുടെ ടൈം സീരീസിൻ്റെ പ്രോഗ്രാമിനകത്ത് നമുക്ക് 3 ടൈം സീരീസ് ഒരുമിച്ച് പ്ലോട്ട് ചെയ്യാനുള്ള കോഡാണ് നമ്മൾ എഴുതിയത്. അപ്പോൾ ആ കോഡൊന്നും ഞാൻ എഡിറ്റ് ചെയ്യില്ല, പക്ഷെ ഞാൻ ഒന്നേ പ്ലോട്ട് ചെയ്യുന്നുള്ളൂ, കൺഫ്യൂഷൻ ആവാതിരിക്കാൻ. ഓക്കെ, ഇതാണ് ഇനീഷ്യൽ ട്രാൻസിയൻസ് നെഗ്ലക്റ്റ് ചെയ്യുന്ന പാർട്ട്. അതായത് നമ്മൾ ഇനീഷ്യൽ വാല്യൂസ് കൊടുത്തു, റൈറ്റ്. ഫോർ എക്സാമ്പിൾ എക്സിൻ്റെ മാത്രം നോക്കിയാൽ മതി. എക്സ് 0.3 തുടങ്ങുകയാണ്. വൈയും ഇസഡും ഒക്കെ ഏതെങ്കിലും ഒരു വാല്യൂ നമ്മൾ തുടങ്ങുന്നുണ്ട്. എന്നിട്ട് ഞാൻ പറയുകയാണ് ആ വാല്യൂ മുതൽ എനിക്ക് പ്ലോട്ട് ചെയ്യണ്ട. എനിക്ക് ഏത് വാല്യൂ മുതൽ പ്ലോട്ട് ചെയ്താൽ മതി, ഒരു n ട്രാൻസിയൻ ടൈംസ് വരെ ഈ വാല്യൂസ് എനിക്ക് ഐട്രേറ്റ് ചെയ്ത് വെക്കുക. പക്ഷെ അതൊന്നും എക്സ് എന്നുള്ള അറയിലേക്ക് സ്റ്റോർ ചെയ്യണ്ട. ഓക്കെ, അതാണ് ഞാൻ ഇവിടെ ചെയ്യുന്നത്. നെഗ്ലക്റ്റ് ട്രാൻസിയൻസ് എന്നൊരു ഇതെടുത്തിട്ടുണ്ട്. ഓക്കെ, അവിടത്തേക്കുള്ള ഇൻപുട്ട് പാരാമീറ്ററും ഇൻപുട്ടുണ്ട്. ഓക്കെ, n ട്രാൻസിയൻസ്, ഇനീഷ്യൽ കണ്ടീഷൻ ഒരു ഇൻപുട്ടാണ്, പാരാമീറ്റർ ഒരു ഇൻപുട്ടാണ്, ട്രാൻസിയൻസ് ഒരു ഇൻപുട്ടാണ്. എന്നിട്ട് എന്ത് ചെയ്യുക, അവിടെ n ട്രാൻസിയൻസ് എത്രയാണ്, എത്ര ടൈം സ്റ്റെപ്സ് ആണോ നമ്മൾ നെഗ്ലക്റ്റ് ചെയ്യാൻ തീരുമാനിച്ചത് അത്രയും തവണ ലോജിസ്റ്റിക് ഫംഗ്ഷൻ ഇവാലുവേറ്റ് ചെയ്യണം. ഓക്കെ, ഇവാലുവേറ്റ് ചെയ്തിട്ട് നെക്സ്റ്റ് സ്റ്റെപ്പിൽ എന്താണ്, ഐട്രേഷൻ ആണല്ലോ. അപ്പം ഇവിടെ എത്രയായിരുന്നോ വാല്യൂ ഉണ്ടായിരുന്നത് അത് വെച്ചിട്ട് പുതിയ വാല്യൂ കണ്ടുപിടിച്ചു. ആ പുതിയ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് വീണ്ടും കണ്ടുപിടിച്ചു. അങ്ങനെ ഒരു എത്രയാണോ നമ്മൾ നെഗ്ലക്റ്റ് ചെയ്യാൻ തീരുമാനിച്ചത്, 100 ആണെങ്കിൽ 100, 500 ആണെങ്കിൽ 500, ഓക്കെ, അത്രയും നേരം നമ്മൾ കാൽക്കുലേഷൻ ചെയ്യും, പക്ഷെ എങ്ങും സേവ് ചെയ്ത് വെക്കുന്നില്ല. ആൻഡ് ഫൈനലി കിട്ടുന്ന ആ x0യുടെ വാല്യൂ മാത്രമാണ് നമ്മൾ തിരിച്ച് നമ്മളുടെ മെയിൻ ഫംഗ്ഷനിലേക്ക് കൊടുക്കുന്നത്. ഓക്കെ, സോ നിങ്ങൾ പ്ലോട്ട് ചെയ്യാൻ പോകുന്ന വാല്യൂ എന്ന് പറയുന്നത് x0 ആ n ട്രാൻസിയൻസ് നെഗ്ലക്റ്റ് ചെയ്തിട്ടുള്ള x0 ആണ്. അതായത് ഇനിഷ്യലത്തെ കുറച്ച് ഭാഗം നമ്മൾ പ്ലോട്ട് ചെയ്തത്, അതിന് വേണ്ടിയിട്ടുള്ള കോഡാണ് എഴുതിയത്. ആൻഡ് ബാക്കി കോഡ് പഴയ കോഡ് തന്നെയായിരുന്നു. ഓക്കെ, സോ ലെറ്റ് മീ പ്ലോട്ട് ഇറ്റ്.
ഓക്കെ, ഞാൻ കൊടുത്തേക്കുന്ന പാരാമീറ്റർ 2.8 ആണ്. 2.8 എന്താണ്? 1 സൈക്കിളാണ്, അതായത് ഫിക്സ് പോയിൻ്റ് ആണ് കാണേണ്ടത്. 2.8 ഞാനിവിടെ 0.3 തുടങ്ങിയതാണ് കാണിക്കുന്നത്, അത് നേരെ പോയിട്ട് ഫിക്സ് പോയിന്റിലാണ് എത്തിയിരിക്കുന്നത്. ഓക്കെ, ഇനി ഞാൻ എന്ത് ചെയ്യും? 2.9 ആക്കും, കോഡ് റൺ ചെയ്യും. അപ്പോഴേ എനിക്ക് എന്ത് കാണണം? ഫിക്സ് പോയിന്റ് തന്നെയാണ് കാണേണ്ടത്. റൈറ്റ്, ഈ 3.0 ആക്കും. 3.0 മുതൽ ഫിക്സ് പോയിന്റ് അൺസ്റ്റേബിൾ ആണ്. സോ ലെറ്റ് ഇറ്റ് റൺ. ഫിക്സ് പോയിന്റ് ഉണ്ടായിരുന്നു, 2.9 വരെ ഫിക്സ് പോയിന്റ് ആയിരുന്നു. 3 ഫിക്സ് പോയിന്റ് അൺസ്റ്റേബിൾ ആയിട്ടുണ്ട്. ആക്ച്വലി ഐ എം പ്ലോട്ടിങ് 100 വാല്യൂസ്. എനിക്ക് 100 വാല്യൂസ് പ്ലോട്ട് ചെയ്യണ്ട. ഓക്കെ, ഐ വിൽ പ്ലോട്ട് ഓൺലി 11 സ്റ്റെപ്സ്. അതാണ് എനിക്ക് കാണാൻ. സോ എനിക്ക് ഫിക്സ് പോയിന്റ് ആയിരുന്നു. ഫിക്സ് പോയിന്റ് എന്ന് പറഞ്ഞാൽ ഒരേ വാല്യൂ ആയിരിക്കണം വേണ്ടത്. പക്ഷേ ഇവിടെ ഫിക്സ് പോയിന്റ് അല്ല, 2 വാല്യൂ ഉണ്ട്. അതായത് x1 സ്റ്റാറും ഉണ്ട്, x2 സ്റ്റാറും ഉണ്ട്. അവിടുന്ന് പിന്നെ തിരിച്ചങ്ങോട്ട് പോകും, x1 സ്റ്റാറിലേക്ക് പോകും. ഇതാണ് 2 സൈക്കിൾ ബിഹേവിയർ. 3ൽ 2 സൈക്കിൾ ബിഹേവിയർ ആണ്. 3.1ൽ എന്തായിരിക്കും? 2 സൈക്കിൾ എന്ന് തന്നെയാണ് നമ്മൾ പറഞ്ഞത്. റൈറ്റ്, x1 സ്റ്റാർ, x2 സ്റ്റാർ, വീണ്ടും x1 സ്റ്റാർ, x2 സ്റ്റാർ, x1 സ്റ്റാർ, അങ്ങനെ പോയിക്കൊണ്ടിരിക്കും. 3.1 ഇവിടെ 3.2 ആക്കാം. വീണ്ടും ഫിക്സ് പോയിന്റ്, വീണ്ടും 2 സൈക്കിൾ തന്നെയാണ്, അതായത് പീരീഡ് 2 ഓസിലേഷൻസ് ആണ്. റൈറ്റ്, 3.3ൽ തന്നെയാണ്. ഓൾറൈറ്റ്, 3.3 കഴിഞ്ഞു. 3.4, 3.4ലും അത് തന്നെയാണ് ബിഹേവിയർ. ഓക്കെ, 3.5ൽ ബിഹേവിയർ വേറെയാണ്. നമ്മൾ പറയാം 3.449 അവിടെ ഒന്നുമാണ് ബിഹേവിയർ മാറുന്നത്. സോ 3.5 എന്ത് കാണണം? 2 സൈക്കിൾ അൺസ്റ്റേബിൾ ആണ്. എന്നിട്ട് അടുത്ത കാര്യമാണ് സ്റ്റേബിൾ ആയിട്ടുള്ളത്, അതായത് 4 സൈക്കിൾ ആയിരിക്കും സ്റ്റേബിൾ ആയിട്ടുള്ളത്. x1 സ്റ്റാർ, x2 സ്റ്റാർ, x3 സ്റ്റാർ, x4 സ്റ്റാർ, വീണ്ടും x1 സ്റ്റാർ, x2 സ്റ്റാർ, x3 സ്റ്റാർ, x4 സ്റ്റാർ, വീണ്ടും x1 സ്റ്റാർ, x2 സ്റ്റാർ, x3 സ്റ്റാർ, അങ്ങനെ. ഓക്കെ, അതായത് ഇത് 4 സൈക്കിളാണ്. 4 വാല്യൂസ് റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇവിടെ ഒരു വാല്യൂ ഉണ്ടെങ്കിൽ നെക്സ്റ്റ് വാല്യൂ ഡിഫറെൻ്റ് ആണ്, അതിൻ്റെ അടുത്ത വാല്യൂ ഡിഫറെൻ്റ് ആണ്, അതിൻ്റെ അടുത്ത വാല്യൂ ഡിഫറെൻ്റ് ആണ്, എന്നിട്ട് 4ാമത്തെ വാല്യൂ ആണ് റിപ്പീറ്റ് ചെയ്ത് വരുന്നത്. സോ ഇതും നിങ്ങൾ റൺ ചെയ്ത് നോക്കണം. കോഡ് ഞാൻ തരാം, പക്ഷെ നിങ്ങൾ എൻ്റെ കോഡ് കോപ്പി അടിക്കേണ്ട, നിങ്ങൾ തന്നെ എഴുതിയിട്ട് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. പല പാരാമീറ്ററിന് ആൻഡ് പല ഇനീഷ്യൽ കണ്ടീഷൻസിന് എല്ലാം ചെക്ക് ചെയ്ത്